സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും രാത്രി ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ കളിക്കുന്ന ആ ഒരു കളി എന്താ പറയുക, ഞങ്ങൾ കളിക്കുന്നത് ഞാൻ ഇപ്പോൾ മീഡിയക്കാരനായിട്ടും എൻ്റെ അനിയത്തി രക്ഷാപ്രവർത്തകയായിട്ടും അവിടെയുള്ള ടോർച്ചുകളും അതേപോലെ ഫോണുകളൊക്കെ ഇങ്ങനെ മരിപ്പായിട്ടൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. ആംബുലൻസ് വരുന്നു കൊണ്ടുപോകുന്നു. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അറിയിപ്പായിരിക്കും, നമുക്കിത് മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനെ കളിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒരു 8:30 വെച്ച് ചോറുണ്ടാക്കി. അങ്ങനെ 8:30 വെച്ച് ചോറുണ്ടാക്കി. ഞങ്ങൾ സ്വാഭാവികമായിട്ട് 10 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക. 8:30 ഞങ്ങൾ ഉമ്മച്ചി ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ പോയി ചോദിച്ചു ഉമ്മച്ചിനോട്, എൻ്റെ ഉമ്മച്ചി ഇന്നിപ്പോൾ ഇത്ര നേരത്തെ ഫുഡ് കഴിക്കുന്നതിന്? അപ്പം ഉമ്മച്ചിനോട് എന്ത് ചോദിച്ചാലും ഉമ്മച്ചി ഇങ്ങനെ ഇതാക്കലാ. അങ്ങനെ ഉമ്മച്ചി എന്താ പറയുക, അതൊക്കെ ഭയങ്കര ഇതായിപ്പോയി. ഉമ്മച്ചി അങ്ങനെ ഇതാക്കി. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചു ഉമ്മച്ചി എന്താ ഉരുൾ പൊട്ടി പോകുമ്പോൾ എല്ലാവർക്കും ഒപ്പം പോകാനാണോ എന്ന്. അപ്പം ഉമ്മച്ചി പറയുന്നൊരു വാക്കുണ്ട്, പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒപ്പം പോവാലോ, അതല്ലേ കുറച്ചും കൂടി ഇത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അന്ന് 8:30 ഫുഡൊക്കെ കഴിച്ച് അപ്പം തന്നെ കഴിച്ച് പിന്നെ 11 മണി വരെ എന്താ പറയുക ഫുഡ് കഴിച്ച് അവിടെ തന്നെ ഇരുന്ന് സന്തോഷത്തോടെ. ബാക്കിയുള്ളവരൊക്കെ ബിസിനസ് കാര്യങ്ങളും ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ വാർത്ത, ഏകദേശം എല്ലാവരും ഫുഡ് കഴിച്ച് അവിടെ തന്നെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ ഇങ്ങനെ പറയുക. എൻ്റെ ആ ചെറിയ അനിയത്തിനോട് ഞാൻ ഇങ്ങനെ തെറ്റിച്ചായിരുന്നു. അപ്പം അനിയത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, കാക്ക ഒന്നുമുണ്ട് കാക്ക. പക്ഷേ ഞാൻ വെറുതെ ആക്ടിങ്ങാണ്. പക്ഷെ അനിയത്തി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച് രാവിലെ നീച്ചിട്ട് ഉണ്ടാന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ആ ടൈമൊക്കെ ഹാപ്പിയായി ഞങ്ങൾ കടന്നുറങ്ങുമ്പോൾ ഒന്നും മഴയില്ല. അപ്പോൾ പകൽ നല്ല മഴയുണ്ട്. അപ്പോൾ കടന്നുറങ്ങുമ്പോൾ മഴയില്ല. ആ ടൈമിന് മഴയില്ല. ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അറിയും. ഞങ്ങൾ വീട് പറയുമ്പോൾ ഒരു കടൻ്റെ മേലെയാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ആസ്പെറ്റോൻ്റെ ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഷീറ്റിലേക്ക് ആ ശബ്ദം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ എപ്പോഴും നല്ല മഴ പെയ്യുമ്പോൾ നീക്കുന്നതാണ്. ഇങ്ങനെ എന്താ പറയുക, ഒരു മഴയില്ല, ഒന്നുമില്ല. പെട്ടെന്നൊരു കുലുക്കം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞാൻ അങ്ങനെ നീച്ചു. അപ്പം ഞാൻ അങ്ങനെ ചുമരിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ചുമരൊക്കെ വിള്ള. എന്നിട്ട് ഞാൻ ഉമ്മാനെ ഇങ്ങനെ ഉമ്മച്ചി വിളിക്കുക. അപ്പോഴത്തേനും ചുമരൊക്കെ വന്ന് ഉമ്മച്ചിയും ഉപ്പച്ചിയും അനിയനും നിലത്താണ് കിടക്കുന്നത്. ഞാനും എൻ്റെ വല്യമ്മയും ഒപ്പം കിടന്നു. വല്യമ്മയും അപ്പുറത്തെ ഒരു റൂം വലിയ റൂമാണ്. ഉമ്മച്ചിയും ഇപ്പച്ചും അനിയനും നിലത്തും, ഞങ്ങൾ ബാക്കി സൈഡിലായിട്ട് അങ്ങനെ കിടക്കുക. അപ്പോൾ അങ്ങനെ കടന്നുറങ്ങി. അപ്പത്തന്നെ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഇത് ചുമര് ബാക്കിൽ നിന്ന് ഇടിഞ്ഞ് വന്ന ടൈമിൽ ഞാൻ ബാക്കോട്ട് തെറിച്ചു പോയി. അപ്പം ഞാൻ ബാക്കോട്ട് തെറിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഒന്നും അറിയില്ല. എനിക്ക് ഉരുൾപൊട്ടലാണോ ഒന്നും അറിയുന്നില്ല. ഞങ്ങളെ കട ഇങ്ങനെ കട താഴെയും വീട് മേലെയുമാണ്. അപ്പോൾ ഞാൻ ബാക്കോട്ട് തെറിച്ചപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ആ ഗ്യാപ്പിലൂടെ ഞാൻ ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പോവുക. പെട്ടെന്ന് കൈ ഞാൻ പൊന്തിച്ചത്. ആ കൈ പൊന്തിച്ച ടൈമിന് ജനൽ കിട്ടി. ആ ജനലിൽ ജനൽ വീടിൻ്റെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കിടക്കുക. 90 ഡിഗ്രി ഒരു മണ്ണുണ്ട്. ഞാൻ ഇപ്പോൾ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ വിചാരിച്ചു ഉരുൾപൊട്ടൽ തന്നെയാണ്. അപ്പോൾ 90 ഡിഗ്രി ഞങ്ങൾ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു മണ്ണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെ സെൻറ്ററിലാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ജനലിൻ്റെ മേലെ കിടക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ബബ്ലിങ് ഇങ്ങനെ പൊക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്നൊരു കൈ അവിടെ കണ്ടെങ്കിൽ ഞാൻ അപ്പം മനസ്സിലാക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് സൈഡിലൂടെ എൻ്റെ ബർത്തുണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ ബർത്തുണ്ട്, എൻ്റെ മേലെ ഇങ്ങനെ ബർത്താ. ഞാൻ ആ ബർത്തിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് പോയിട്ട് വല്യമ്മാനെ
പൊന്തിച്ച ടൈമിൽ ഉമ്മ ഇങ്ങനെ ഏകദേശം ഫുള്ള് പൊയ്ക്കുന്നു. ഉമ്മാനെ പൊന്തിച്ചിട്ടില്ലെങ്കിൽ ഉമ്മാനെ കിട്ടണമെങ്കിൽ കിണർ കുഴിക്കുന്ന പോലെ കുഴിക്കേണ്ടി വരും. എന്താ വെച്ചാൽ അത്രയ്ക്ക് താഴ്ചയുണ്ട് ആ ബാക്ക് സൈഡ്. ഇന്നെ കിട്ടിയത് ജനലിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്നെ കിട്ടിയത്. അങ്ങനെ ഞാൻ ഉമ്മാനെ പിടിച്ച് പൊന്തിച്ച് അവിടെ വെച്ച് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ 90 ഡിഗ്രി മണ്ണിൽ സ്ഥലത്തോട്ട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ബേക്കിന്ന് മണ്ണ് ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ടൈമിലാണ് ഞാൻ ബേക്കോട്ട് തെറിച്ച് പോയത്. അപ്പോൾ ബേക്കിന്ന് മണ്ണ് ഇടിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ കാലൊടിഞ്ഞിട്ടുണ്ടാവും, കൈ ഒടിഞ്ഞിട്ടുണ്ടാവും, ഏകദേശം പോണ്ടോരൊക്കെ പോയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ചുമരല്ലേ ബേക്കിന്ന് ഇടിഞ്ഞത്. അങ്ങനെ ബേക്കിന്ന് എനിക്ക് കുറച്ചെങ്കിലും ഇതുണ്ട്. എന്താ വെച്ചാൽ ആരെങ്കിലും എന്തായാലും ഒരു 5-6 ആൾക്കാർ എന്തായാലും രക്ഷപ്പെടുന്നില്ലേ, ബാക്കിയുള്ളവർ എന്തായാലും രക്ഷപ്പെടും. പക്ഷേ ആദ്യത്തെ ആ നിലയിൽ കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ബേക്കിലിങ്ങനെ ഇരിക്കുക. ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് മനസ്സിലായി റോട്ടിൽ വെളിച്ചുണ്ട്, കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ വീട്ടിൽ. അപ്പം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരുന്നു, കുട്ടിമോന് പറയുന്ന ആൾ വന്നിരുന്നു. അയാൾ വന്നിട്ട് താഴ്ന്ന് ഇങ്ങനെ ടോർച്ച് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അത്യാവശ്യം ഇതിലൊക്കെ ഏർപ്പെടുന്ന ആളാണ്, രക്ഷപ്പെടുത്താനൊക്കെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ടോർച്ച് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വിശ്വാസം എന്താ വെച്ചാൽ ഈ അടിയിൽ നിന്ന് ടോർച്ച് മേലോട്ട് അടിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ആൾ വരികയാണെന്ന്. ടോർച്ച് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് അടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ അടുത്തോട്ട് ആൾ വരികയാണ്. ആ ധൈര്യത്തിൽ ഞാൻ കുറേ അങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന്. അങ്ങനെ വിഷമമുണ്ട്, സന്തോഷമുണ്ട്, പക്ഷെ എനിക്ക് സമാധാനമുണ്ട്. എന്താ വെച്ചാൽ ഓൾക്ക് എന്തായാലും അധികം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു സമാധാനമുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ തണുത്തിരിക്കുക. വല്യമ്മാനോട് ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ വല്യമ്മക്ക് എന്തോ സംഭവിക്കുക, എമ്മ ജീവനുണ്ടോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ പിടിച്ചു നിന്നോളാം, ഈ അവിടെ ഇരുന്നോ. ഞാനപ്പോൾ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. വല്യമ്മാനെ അങ്ങനെ പൊന്തിച്ചിട്ട് വല്യമ്മ ഒരു കമ്പിമേലെ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ മേലെ ഒരു കമ്പി ഉണ്ടാവില്ലേ, ആ കമ്പിമേൽ പിടിച്ചിരിക്കുന്ന ആളെ അവസ്ഥ എന്താ, ബാക്കി ഫുൾ തൂങ്ങി നിൽക്കുക. അതേപോലെ വല്യമ്മ നിൽക്കുന്നത്, ഇങ്ങനെ തൊട്ടാ വീഴുന്ന വല്യമ്മ. അങ്ങനെ വല്യമ്മ അങ്ങനെ പിടിച്ച് നിൽക്കുക. ഞാൻ എന്താ പറയുക, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ കല്ല് കൂട്ടിയിടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ട്. അപ്പോൾ കേട്ടപ്പോൾ ഫുള്ള് ഫസ്റ്റത്തെ ഉരുൾ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് നേരിട്ട് കാണുകയാണ്. അങ്ങനെ ഒരു 10 മിനിറ്റോളം അങ്ങനെ ബേക്ക് ഇടിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് ഫുള്ള് ഇങ്ങനെ ആ പ്രദേശത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് ക്ലിയർ വന്ന് കണ്ണിന്. എനിക്ക് മനസ്സിലായി ഇവിടെ ഇതാണ് അതാണ്, വെളിച്ചമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മലയിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ ഇങ്ങനെ ചുരത്തിലൂടെ ഇങ്ങനെ കടലിറങ്ങി വരില്ലേ, അതേപോലെ മണ്ണും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ മണ്ണും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഞാൻ കാണുന്നുണ്ട് കടൻ്റെ അവിടോട്ട് ഇങ്ങനെ വന്നിങ്ങനെ നിറയുക. ഞാൻ ബേക്കത്തെ സ്ഥലത്ത് നിന്നാണ് കാണുന്നത്, ഇങ്ങനെ നിറയുക. അപ്പം നിറയുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം ഇങ്ങനെ കയറിയിട്ട് ഓരോ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴെനിക്ക് സമാധാനമുണ്ട്. എന്താ വെച്ചാൽ ചെറിയ ഉരുൾപൊട്ടല ഫസ്റ്റത്തെ, പക്ഷെ റോട്ടിലൂടെ വന്നിട്ട് പലരുടെ വീട് അപ്പം തന്നെ പോയിക്കുന്നത്. പക്ഷെ ചെറിയ ഉരുൾപൊട്ടലാണ്. വലിയ ഓരെന്തായാലും രക്ഷപ്പെടും, പക്ഷെ ഓരോ ഇത്രയൊക്കെ വെള്ളമായി ഉണ്ടാവും, ഓര് രക്ഷപ്പെടും വിചാരിച്ചു. ഉള്ളിലൂടെ അല്ല സ്റ്റെയർ പുറത്തു കൂടെ, അല്ലെങ്കിൽ അവർക്ക് ചാടി ആ 90 ഡിഗ്രിയിൽ ആ ഭാഗത്ത് ഇവിടുന്ന് ചാടി അങ്ങോട്ട് രക്ഷപ്പെടാം. ക്രിസ്ത്യൻ പള്ളിയാണ് മേലെ, അങ്ങോട്ട് രക്ഷപ്പെടാം. പക്ഷേ ഉള്ളിലൂടെ അല്ലല്ലോ, പുറത്തിലൂടെ സ്റ്റെയർ വെച്ചിരിക്കണേ. അങ്ങനെ ഞാൻ ഫസ്റ്റത്തേൽ അത് അവിടെ കഴിഞ്ഞോരെ കൂക്ക് കേൾക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു സമാധാനമായി. എന്താ വെച്ചാൽ ബാക്കിയുള്ളവരെ വീടൊക്കെ പൊയ്ക്കുന്നു, ആ സമാധാനമല്ല, വീടൊക്കെ പൊയ്ക്കുന്നു, ഇവർ കൂക്കുന്നുണ്ട്. ആ ഒരു സമാധാനമുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ പോയി, നമ്മളെ ഫാമിലിയെങ്കിലും ഉണ്ടാവില്ലോ വിചാരിച്ചിട്ടുള്ള സമാധാനം. ബാക്കി ആ പ്രദേശം ഫുൾ അപ്പം തന്നെ പൊയ്ക്കുന്നു. എന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല. ഉമ്മാനോട് ഞാൻ വർത്താനം പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല. എന്താ വെച്ചാൽ അത്രക്ക് മണ്ണ് വന്ന് മൂടിയിട്ടുണ്ട്.
ഫസ്റ്റത്തെ പൊട്ടലിന്. സെക്കൻഡും കൊണ്ട് ഒരു 10-5 സെക്കൻഡും കൊണ്ട് രണ്ടാമത്തെ പൊട്ടലും വന്നു. അതോടെ എനിക്ക് മനസ്സിലായി, ഓരോ നിലവിളി ശബ്ദമൊക്കെ നിർത്തി ഫുള്ള് അടിച്ച് തുടച്ച് കൊണ്ടുപോയി. അതോടെ എനിക്ക് മനസ്സിലായി എല്ലതും പോയി. ഞാൻ ആ 4 മണിക്കൂർ അവിടെ ഇരുന്ന് കരയാനുള്ളതൊക്കെ ഞാൻ കരഞ്ഞു തീർത്ത്, ഞാൻ ഫുള്ള് കരഞ്ഞു തീർത്ത്. അങ്ങനെ ഞാൻ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ട് നിൽക്കുക. ഏത് സമയത്താണ് ഇനി അടുത്തത് വന്ന് മരിക്കാന്നറിയില്ല. ഈ പ്രാർത്ഥിച്ചും കൊണ്ട് നിൽക്കുന്ന ടൈമിന് 3ാമത്തതും വന്ന്. ഇനിയും അപ്പോൾ വന്നപ്പോൾ ഫുള്ള് കടലാ. ഞാൻ അങ്ങനെ ബാക്കോട്ട് നോക്കുമ്പോൾ ഈ ഒരു പ്രദേശം മാത്രം കാണുന്നുള്ളൂ. അവിടെ ഫുള്ള് കടലാ. ബാക്കിയുള്ള അവസ്ഥ എനിക്കറിയില്ല. അപ്പം എന്താ പറയുക, ഞാൻ അങ്ങനെ നിന്ന് പൊട്ടി. ഈ ടോർച്ച് ഇങ്ങനെ മേലോട്ട് അടിച്ചു പറഞ്ഞില്ല, ആ ടോർച്ച് കയ്യിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അതിൻ്റെ കാക്കയാണ്, എൻ്റെ കുഞ്ഞാക്കിയാണ് വിചാരിച്ചിട്ട് ഞാൻ കുറേ വിളിച്ചു. പക്ഷെ അവർക്കൊന്നും എൻ്റെ അടുത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങനെ എന്താ പറയുക, ഞാൻ പ്രാർത്ഥിച്ച് ഏത് സമയത്തും മരിക്കുന്നില്ല രീതിക്കായി. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അതൊരു വല്ലാത്തൊരു ഇതാക്കി. ഞാൻ ആ സാഹചര്യത്തിൽ അത് പറയാനും പാടില്ല. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്കിനി ഉമ്മ ഉള്ളൂ, ബാക്കി ഞാൻ വിചാരിക്കുന്ന ഈ കസിൻസിൻ്റെ വീടൊക്കെ ആ പോയിൻ്റെ അടുത്താണ്. ഇവരെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളാദ്യം ഇവരെ വീടിൻ്റെ അടുത്തേനു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ ആ ഒരു ഭീഷണി കാരണം ടൗണിലേക്ക് താമസിച്ചതാ. ഇവരെ ഓടി രക്ഷപ്പെട്ടു. ഞാൻ വിചാരിക്കുന്ന ഫാമിലി മൊത്തം പോയിക്കുന്നു. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, കരച്ചിലോടെ ഉമ്മ പറയുക. ഉമ്മ മൂളുന്ന സൗണ്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഉമ്മ അങ്ങനെ പറഞ്ഞ് ഉമ്മ പറഞ്ഞു, ഈ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ, ഞാൻ കുടുങ്ങി, ഞാൻ ഇനി മരിക്കും, എൻ്റെ വിധി അതാണ്, ഞാൻ ഇനി മരിക്കുന്നു. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇനി നോക്കാല്ലത് ഉമ്മയാണ്, ബാക്കിയുള്ള ഫാമിലി മൊത്തം പോയി, ഇന്നമ്മ നോക്കൂലേ പറഞ്ഞു. അതിൽ ഉമ്മ ഉറക്കെ പറഞ്ഞു, ഞാനെന്നെ നോക്കും മോനെ. ഉമ്മ എന്നോട് ഉറക്കെ പറഞ്ഞു. അങ്ങനെ ഉമ്മ എന്നോട് പറഞ്ഞ് എന്നിട്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച് അവസാനം എനിക്കെന്തോ ദൈവത്തിൻ്റെ ഒരു ശക്തി കിട്ടി. അങ്ങനെ ഞാൻ ഈ ജനലിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചാടിയാൽ ഞാൻ അങ്ങനെ താഴോട്ട് പോകും, ഇപ്പുറത്തേക്ക് ചാടിയാൽ ഞാൻ അങ്ങനെ താഴോട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ പോയിട്ട് ഓരോ മുട്ടി വാതിൽ. അപ്പം ഞാൻ ദൈവത്തിൻ്റെ വിധിയല്ലേ, ഞാനങ്ങനെ പോയിട്ടില്ല. ദൈവം ജനിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടില്ലേ ഓരോരുത്തരും മരണം. എന്താ പറയുക, അങ്ങനെ ഒരു ശക്തി കിട്ടിയ ഞാൻ ആ ജനലിനെ പിടിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ മരിച്ചിരിക്കുന്നു, ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല. ഉമ്മാനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഞാനൊരു പേരക്കുട്ടിയായിട്ട് ഉമ്മയും കൂടി പോയാൽ ഉമ്മച്ചിൻ്റെ ഫാമിലിൻ്റെ അടിത്തറ മൊത്തം പോയി. ഉപ്പ മുമ്പ് മരിച്ചതാ, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഇങ്ങനെ ആ അടിത്തറ മൊത്തം പോയി. എൻ്റെ ഫാമിലി എന്തായാലും പോയി, ഉമ്മച്ചിൻ്റെ ഫാമിലിയിലെങ്കിലും രക്ഷിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ പറയുക, ഞാൻ ഉമ്മാനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ജനലിൽ നിന്ന് നീക്കുമ്പോൾ ജനൽ കനം കൂടിയതുകൊണ്ട് ജനലിങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പോവുക. പെട്ടെന്ന് എനിക്ക് തോന്നി, യൂറോഗാർഡിൻ്റെ വെള്ളം പോകുന്ന ഒരു പൈപ്പ് ഉണ്ട്, യൂറോഗാർഡിൻ്റെ പോലത്തെ പൈപ്പ്. അപ്പം ഞാൻ അവിടുന്ന് വേറൊരു സ്ഥലത്ത് ഞാനുള്ളത്, അപ്പുറത്ത് വേറൊരാളെ വീടാണ് ഞങ്ങളെ അയൽവാസിൻ്റെ. അങ്ങോട്ട് പെട്ടെന്ന് ചാടി പിടിച്ച് അത് ഇവിടെ ഞാനൊരു അഡ്വഞ്ചറും ചെയ്യാത്ത ആളാണ്. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പോയപ്പോൾ ഉമ്മ പറയും പോണ്ട, അമ്മ ഇങ്ങനെ വാർത്തയൊക്കെ വായിക്കുന്നതാ, ഉമ്മ ഇങ്ങനെ പറയും പോണ്ട മോനെ, ഞങ്ങളെ നോക്കാൻ ഈയുള്ളൂ, അനിയുണ്ട്, ഉമ്മ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ എന്താ പറയുക, ഞാനങ്ങനെ അയിമയ്ക്ക് ചാടി പിടിച്ച് അതിൻ്റെ ഒരു പീ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ അറ്റത്തെത്തിക്കുന്നു. പെട്ടെന്ന് ഞാൻ ദൈവത്തിനെ വിളിച്ചിട്ട് ഒറ്റ കൈ വമ്പിക്കൽ വമ്പിച്ച്. ആ ടൈമിൽ എൻ്റെ പെട്ടെന്ന് ഈ കൊടൻ്റെ എന്താ പറയുക, ടാറ്റാ സ്കൈൻ്റെ ഈ ചാനലിൻ്റെ കൊട എൻ്റെ കയ്യിൽ അതിൻ്റെ കമ്പി കിട്ടി. അതിൽ പിടിച്ച് ഞാൻ കയറുമ്പോൾ
ഞാൻ അവിടുന്ന് വീണ അങ്ങനെ ഞാൻ താഴ്പോവും, ഇനി ഒരിക്കലും കിട്ടൂല. അങ്ങനെ ഞാൻ അയിമക്ക് പിടിച്ചു. അപ്പോൾ എനിക്ക് സുഖമായി രക്ഷപ്പെടുന്നു. അയിമ പിടിച്ച് ഞാൻ കയറി. ഇതിൻ്റെ മേലെ കയറിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ആ പെര ഒഴിച്ച് ബാക്കിയൊന്നുമില്ല. ഞാൻ വിചാരിച്ച അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്ഥലമുണ്ട് ഇറങ്ങി രക്ഷപ്പെടാൻ. എനിക്ക് രക്ഷപ്പെടണമെന്നൊന്നുമില്ല, എനിക്ക് എൻ്റെ ഉമ്മാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അപ്പോൾ വല്യമ്മാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുണ്ടായി. അങ്ങനെ ഞാൻ നോക്കി, എന്താ വെച്ചാൽ വേറെ വീട്ടിലേക്ക് പോയിട്ട് വിളിച്ചു കൊണ്ടതാണ്. അങ്ങനെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂട്ടി ഇങ്ങനെ ഇതിന്ന് നിരങ്ങി ഇങ്ങനെ പൊന്നിക്കാനൊന്നും വയ്യ, മണ്ണിൻ്റെ കനം കൊണ്ട് നിരങ്ങി പോയി നോക്കുമ്പോൾ ആ ഇങ്ങനെ 2 റോഡാ, അതിലൂടെയും വെള്ളം കയറിയിട്ട് എസ്റ്റേറ്റിനൊക്കെ കിട്ടുന്ന പുതപ്പൊക്കെ അവിടെ വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല, അമ്മാനെ ഇങ്ങനെ ഞാൻ വിളിച്ചു കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല, എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് വേറൊരു കുടുംബക്കാരെ വീടുണ്ട് കുന്നത്ത്, പോലീസുകാരനാ. അപ്പം ഞാനും അവരെങ്ങനെ വിളിക്കുക, അളിയ അളിയ അളിയാന്ന് ഞാൻ വിളിക്കുക. ഓരിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അല്ല കേൾക്കുന്നുണ്ടോ അറിയില്ല, വിളിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ആളുകൾ കേൾക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇൻവേർട്ടറുള്ള കുന്നത്തെ വീടുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട്, വീട്ടുകാരെ വിളിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ അയൽവാസികളുണ്ട്, ഓരിനി പൊയ്ക്കുന്നോന്ന് അറിയാൻ ഓരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഞാൻ ഇങ്ങനെ വിളിക്കുക. പക്ഷെ ഒരാൾ പോലും വിളി കേട്ടില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഈ വീട്, ഞാൻ നിൽക്കുന്ന വീട് ഇരുന്നാൽ ഞാനും പോകും, ഇനിയും പോകും. ഈ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് ഉമ്മ കിടക്കുന്നത്. ഉമ്മ എന്നോട്, അപ്പോൾ എനിക്ക് ഒരു ഗ്യാപ്പ് പറയുന്ന ഇത്ര ഗ്യാപ്പുള്ളൂ. എനിക്കൊന്ന് ബാക്ക് പോയിട്ട് ചാടിയാൽ ആ 90 ഡിഗ്രി ഇങ്ങനെ നിൽക്കുന്ന മണ്ണിൻ്റെ അപ്പുറത്തോട്ട് ചാടി എനിക്ക് രക്ഷപ്പെടാം. കുറച്ച് ഗ്യാപ്പുള്ളൂ, എനിക്ക് രക്ഷപ്പെടാം. പക്ഷെ എനിക്ക് ഉമ്മാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുണ്ടായി. ഉമ്മാനെ എന്ത് പറഞ്ഞാലും ഉമ്മാനെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുണ്ടായി. അപ്പം ഉമ്മ എന്നോട് ഇങ്ങനെ പറയാ, മോനെ എൻ്റെ വിധി ഇതാണ്, ഈ രക്ഷപ്പെട്ടോ, എൻ്റെ വിധി ഇതാണ്, ഈ രക്ഷപ്പെടും. ഇനി എനിക്ക് എത്രയോ ജീവിതമുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ അവസാനം ഇതാണ്, ഞാൻ മരിക്കുകയാണെന്ന് ഉമ്മനോട് ഇങ്ങനെ പറയാം. ഞാൻ മരിക്കുകയാണെന്ന് ഉമ്മനോട് ഇങ്ങനെ പറയാം. അപ്പോഴെനിക്ക് മനസ്സിലായിട്ടുണ്ട് ബാക്കിയുള്ള ഫാമിലീസൊക്കെ പോയി. ഞാൻ അപ്പം തന്നെ കരഞ്ഞ് തീർത്ത് വീടിൻ്റെ മേലെ കയറിയിട്ട് വീണ്ടും കരയാം. ആ അവസ്ഥ കണ്ടിട്ട് എന്താ വെച്ചാൽ ഞാൻ മേലോട്ട് നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെ വീടൊന്നും ഇല്ല അവിടെ. ഞാൻ വിചാരിച്ചു കൂട്ടുകാരന്മാരെങ്കിലും ഉണ്ടാവും, അവരും അപ്പോഴത്തേനും പോയി. ഞാൻ വിചാരിച്ച ഓരെങ്കിലും ഉണ്ടാവും. പക്ഷെ ലോങ്ങിലോട്ട് ഞാൻ ഇങ്ങനെ കാണുക. അങ്ങനെ ഞാൻ അങ്ങനെ ആളുകളൊക്കെ വന്ന് ഒരു 6 മണിക്കൂർ ഞാൻ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് കരഞ്ഞു. 6 മണിക്കൂറല്ല, 4 മണിക്കൂർ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇരുന്ന് കരഞ്ഞു. 2.5 മണിക്കൂർ ആ വീടിൻ്റെ മേലെ ഇരുന്ന് കരഞ്ഞു. പിന്നെ മാമനും അവിടുത്തെ ആളുകളൊക്കെ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അങ്ങനെ പിന്നെ അനിയത്തിനെ കിട്ടുന്നത് എങ്ങനെ വെച്ചാൽ എന്താ അറിയില്ല, ദൈവം എന്തെങ്കിലും വിധിച്ചാൽ അതുപോലെ തന്നെയല്ലേ നടക്കുള്ളൂ. അതെന്തൊരിതുണ്ടെങ്കിലും എന്താ വെച്ചാൽ ഞാൻ കാണുകയാണ് വീടിൻ്റെ മേലത്തെ സ്ക്വയർ ഷേപ്പിന് അങ്ങനെ കാണാം. വീടിൻ്റെ മേലോട്ട് ഇങ്ങനെ വെള്ളം അടിച്ച് പോവുക. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ആപ്പാപ്പാക്ക് ഞാൻ സിനിമ കയറ്റി കൊടുത്ത് ആടുജീവിതം, ചിലപ്പോൾ ആപ്പാപ്പ എടുത്ത് കുട്ടീനെ പൊന്തിച്ചിട്ടുണ്ടാവും. ഉറങ്ങാത്തത് കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ സിക്ക് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്തോ കളി. അങ്ങനെ ഓരോ മാമന് പോയി എടുത്ത് ഇനിയും എടുത്ത് മാമ മാത്രമല്ല ബാക്കിയുള്ള ആളുകളും, നൗഫൽ മാമനും ബാക്കിയുള്ള എടുത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ ഉപ്പച്ചിയും ഞങ്ങളെടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തി. പക്ഷേ ഒരു സർക്കാരിനെ ഞാൻ തള്ളി പറയുകയല്ല, ഒരു അറിയിപ്പ് പറയുന്ന ഒന്നും തന്നിട്ടില്ല. ശരിക്കൊരു യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ടേ തന്നിട്ടുള്ളൂ. പക്ഷെ നല്ല മഴയുണ്ട്. ശരിക്കും 2018 വെച്ച് നോക്കുമ്പോൾ ഇതെത്രയോ വലുതാണ്. പക്ഷേ ഈ 2018 ആ ടൈമിലൊക്കെ ആളുകൾ വന്ന് മല ചെക്ക് ചെയ്തിട്ട് പോയിരുന്നു. അങ്ങനെ വർഷം ഇതിങ്ങനെ ചെയ്യുന്നു. പക്ഷേ ചെയ്തു.
അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒന്ന് റെഡ് അലേർട്ട് പോലും തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചൂരമലയിലോട്ട് മാറുമായിരുന്നു. പിന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പിന്നെ വേറൊരാ എന്താ പറയുക, ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ മരത്തിൻ്റെ ആ എടുത്ത് എന്താണ് ഈ ബാക്ക് സൈഡ്, ഞാൻ ആ ഷെയ്ക്ക് വന്നപ്പോൾ ഇതായി പറഞ്ഞില്ലേ, ആ ബാക്ക് സൈഡിൽ ഒരാളുണ്ടായിരുന്നു, ഫ്ലാഷ് ഇങ്ങനെ മോട്ട്. ഞാൻ രക്ഷിച്ച് പറഞ്ഞ് കൈ കൊണ്ടിച്ചപ്പോൾ തന്നെ അയാൾ ഓടി രക്ഷപ്പെട്ടു. ഞാനിങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ആ വീടിൻ്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ അല്ലറി കൂക്കുക. ഞാനിങ്ങനെ അല്ലറി കൂക്കുമ്പോൾ ബാക്കിയുള്ള ചില വീട്ടുകളിൽ ചില ആൾക്കാർ എന്താണ് ഞങ്ങളെ അവസ്ഥ അനുഭവിക്കുന്ന ചില ആൾക്കാർ ഉണ്ട് ചില വീടുകളിൽ. അപ്പോൾ അവര് വിചാരിക്കുന്നത് ഞാൻ രക്ഷാപ്രവർത്തകനാണ്, ഞാൻ ഓടിന്നിട്ട് ഇങ്ങോട്ട് കൂട്ടുക. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ വരുന്ന രക്ഷാപ്രവർത്തകരാണ്. ആ ബലത്തിൽ അവർ കുറേ നേരം പിടിച്ചു നിന്നിട്ടുണ്ടാവണം. ഞങ്ങളും അങ്ങനെ പിടിച്ചു നിന്നു. ഞാൻ ആ വീടിൻ്റെ മേലെ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഫുള്ള് കടല. ഇപ്പം എനിക്ക് മഴ പെയ്യുമ്പോൾ മഴ കാണുന്നത് തന്നെ പേടിയാണ്.